മറ്റൊരു ഈ എറണാകുളം കോതമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ CIA ഭീഷണിപ്പെടുത്തിയ ഒരു ഗുണ്ടയെക്കുറിച്ചുള്ള വാർത്ത കൂടി അറിയണം. പോലീസിന് നേരെ ഭീഷണിയുമായി അർജുൻ ആയങ്കിയാണ് ഫേസ്ബുക്കിൽ പരസ്യമായി വെല്ലുവിളി മുഴക്കിയിരിക്കുന്നത്. കോതമംഗലം CIA വെറുതെ വിടില്ല, കായികപരമായി നേരിടും, സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. ഞങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിച്ച SHOയെ വെറുതെ വിടില്ലെന്നും നിയമപരമായി വേണ്ടിവന്നാൽ കായികപരമായും നേരിടുമെന്നും അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, DYFIയുടെ പഴയ പ്രവർത്തകനാണ്, CPM വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടയാണ്. ഇത് ഭരണം മാറിയത് ഒരുപക്ഷെ അർജുൻ ആയങ്കി അറിഞ്ഞുവെന്ന് പോലും സംശയമുണ്ട്. കാരണം ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ പോലും ഇവരെയൊക്കെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭരണം മാറി വീണ്ടും ഇതുപോലുള്ള ഭീഷണിയുമായി അർജുൻ ആയങ്കിയെ പോലുള്ള ഗുണ്ടകൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പോലീസുകാരന് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത അവസ്ഥ. അതായത് കായികപരമായി നേരിടും, കുടുംബത്തിന് നേരെ പോലും, ഈ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് നേരെ പോലും അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണി മുഴക്കുന്നുണ്ടല്ലോ. സംഭവത്തിൽ ഇത് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നടപടിയിലേക്ക് നീങ്ങുമോ? ടോം, ഇത് കോതമംഗലത്തിലെ CI പ്രശാന്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ പരസ്യമായി തന്നെയാണ് CIയെ വെല്ലുവിളിക്കുന്നത്. പെൻഷൻ പറ്റി ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ അർജുൻ ആയങ്കി നടത്തിയിരിക്കുന്നത്. ഒരു പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ നമുക്കിതിൽ കണക്കാക്കാം. ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ആ പോസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു പാരഗ്രാഫിലൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിനുശേഷം അർജുൻ ആയങ്കി പറയുന്നത് അർജുൻ ആയങ്കിക്കൊപ്പം അറസ്റ്റിലായ അന്നുണ്ടായിരുന്നവരെയാണ്. അതായത് ഇത് കോതമംഗലത്തെ ഒരു പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു അർജുൻ ആയങ്കിയെ കൂട്ടാളികളെയും അതോടൊപ്പം തന്നെ മരട് അനീഷിന്റെ കൂട്ടാളികളെയും ഒക്കെ പോലീസ് പിടികൂടുന്നത്. പിന്നീട് അവരെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഗുണ്ടകളെല്ലാം ഒത്തുകൂടി എന്നൊരു കേസായിരുന്നു പോലീസ് അന്ന് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ അർജുൻ ആയങ്കിയുടെ ഈ പോസ്റ്റിൽ പറയുന്നത് പ്രകാരം അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവരുടെ കൂട്ടത്തിലുള്ള 2 പേർ തങ്ങളെക്കുറിച്ച് അറിയാത്ത നിരപരാധികളായിട്ടുള്ള 2 പേരാണ്. അന്ന് ആ കല്യാണ ചടങ്ങിൽ തങ്ങളോടൊപ്പം കൂടാൻ എത്തിയവരാണ്. അവർക്ക് അർജുൻ ആയങ്കി ആരാണെന്ന് പോലും അറിയിരുന്നില്ല. അങ്ങനെയുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് തനിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ആ കല്യാണ ചടങ്ങിന് വേണ്ടി മാത്രം വന്നവരാണ്. അതിൽ ഒരു സുഖമില്ലാത്തൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ആ യുവാവിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അതുപോലും കണക്കിലെടുക്കാതെയാണ് പോലീസ് അയാളെയും ജയിലിലേക്ക് അയച്ചത്. ഒപ്പം മറ്റുള്ള